اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന പ്രതീക്ഷയോടെ, അല്ലാഹു എല്ലാം കാണുന്നു അറിയുന്നു എന്ന വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ മുആവിയ്യത്ത് ബിൻ ഹഖം അസ്സലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നൊരു സങ്കടം പറഞ്ഞു. റസൂലേ, അടിമയുണ്ട് ഒരു പെണ്ണ്, എന്തോ എനിക്ക് പറ്റാത്ത കാര്യം കണ്ടപ്പോൾ ഞാൻ അവളെ ഒന്ന് ശക്തമായിട്ടൊന്ന് മർദ്ദിച്ചു, വിട്ടുകൊടുത്തു. എനിക്ക് വല്ലാതൊരു മനസ്താപം തോന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തും അടിമയെ ചെയ്യാമായിരുന്നൊരു സമൂഹത്തിൽ നിന്ന് ഒരു അടിമയോട് മാന്യത കാണിക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകനോട് തന്നെ വന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത അദ്ദേഹത്തിന്റെ ചോദ്യം, അതുകൊണ്ട് എന്റെ ആ തെറ്റിന് പാശ്ചാത്താപമായിക്കൊണ്ട് പ്രായശ്ചിത്തമായിക്കൊണ്ട് ഞാൻ അവളെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവാ. അങ്ങനെ ആ അടിമയെ കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ചെന്നപ്പോൾ റസൂൽ അവളോട് ആദ്യം ചോദിച്ചു, അയ്നല്ലാഹ്, എവിടെയാണ് പടച്ചോൻ ചോദിച്ചു. അള്ളാഹ് എവിടെയാണ്? അവള് പറഞ്ഞു, ഫിസ്സമാ, അങ്ങ് ഉപരിലോകത്താണ്. വീണ്ടും ചോദിച്ചു, മൻ അന, ഞാൻ ആരാണെന്ന് അറിയുമോ നിനക്ക്? അന്ത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ വിട്ടേക്ക്, മോചിപ്പിച്ചേക്ക്, കാരണം അവൾ വിശ്വാസിനിയാണ് എന്ന്. ഒരു സ്ത്രീ വിശ്വാസിനിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുമ്പോൾ അവളോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, എവിടെയാണ് പടച്ചോൻ? അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ മറുപടി, ഫിസ്സമാ. ഖുർആൻ അങ്ങനെയാ പഠിപ്പിച്ചത്. അഅമിൻതും നം ഫിസ്സമാ, ഉപരിലോകത്തുള്ളവരെ കുറിച്ച് നിങ്ങൾ നിർഭയരാണ്. അയ്യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തഖ്രി, ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി അത് തകർന്നു പോകാൻ, അല്ലെങ്കിൽ ഭൂമിക്ക് പ്രകമ്പനമുണ്ടാകും വിധം ഭൂകമ്പമുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് പടച്ചോൻ അതിനെ കുറിച്ച് അഅമിൻതും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവരല്ല. എവിടെയാണ് അല്ലാഹു? സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅല, അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന അത്യുന്നതനായ റബ്ബിന്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തുക. ചിലരൊക്കെ പറയും പടച്ചോൻ ദൈവം സർവ്വവ്യാപിയാണ്, എല്ലാറ്റിലും ദൈവമുണ്ട്, തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്, ദൈവത്തിന്റെ അംശമുണ്ട് എന്നൊക്കെ പറയുന്ന വിശ്വാസം ഇസ്ലാം അംഗീകരിക്കുന്നു. അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഉപരിലോകത്താണ് അള്ളാഹു. പിന്നെ അള്ളാഹു
അവന്റെ അറിവും അവന്റെ കഴിവും അവന്റെ സാന്നിധ്യവും അവന്റെ കേൾവിയും കാഴ്ചയും ഒക്കെ ഈ പ്രപഞ്ചം മുഴുവൻ വിശാലമാണ്. അവൻ എവിടെയുമുണ്ട്, എല്ലാവരോടും ഒപ്പമുണ്ട്. എങ്ങനെ? അത് അവന്റെ അറിവും അവന്റെ കാഴ്ചയും കേൾവിയും കൊണ്ടാണ്. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ അടുത്തേക്ക് പോയി അല്ലാഹു തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ തുടങ്ങാൻ ഫിർഔനോട് പറഞ്ഞു. പറയാൻ വേണ്ടി പോകുമ്പോ മൂസാ നബിക്ക് ഇപ്പോൾ സംശയം, പടച്ചോനെ, ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നാൽ അവനെ പേടിച്ചുകൊണ്ടാണ് ഇത്രയും കാലം നാട് വിട്ട് 10-12 വർഷം ഞാൻ പുറത്തു പോയി നിൽക്കേണ്ടി വന്നത്. ഞാൻ ചെറുത് പറയാനുള്ള സാവകാശം കിട്ടുപോയി എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവൻ എന്റെ മേൽ ചാടി വീണ് അക്രമം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോ പടച്ചോൻ പറഞ്ഞത്, ലാ തഖാഫ, നിങ്ങൾ പേടിക്കണ്ട. മൂസാ നബിയോടും സഹോദരൻ ഹാറൂനോടും പടച്ചോൻ പറയാ, ലാ തഖാഫ ഇന്നനി മഅകുമാ, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ പോകുമ്പോ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അസ്മഉ വ അറാ, അതെ, എല്ലാം കണ്ടും കേട്ടും നിങ്ങളോടൊപ്പം എന്റെ സാന്നിധ്യമുണ്ട്, ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നറിയിപ്പ് നൽകുക. സന്തോഷം പറയാ. അപ്പൊ തരിക പടച്ചോനുണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സൗർ ഗുഹയിൽ ഇരിക്കുന്ന അവസരത്തിൽ അവരെ അന്വേഷിച്ചുകൊണ്ട് ഖുറൈശികൾ പ്രഖ്യാപിച്ച വലിയ ഇനാം സമ്മാനമായ 100 ഒട്ടകങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പിടിച്ചു കൊടുക്കാനുള്ള വെമ്പലുമായി വന്നിരിക്കുന്ന ശത്രുക്കൾ അവരുടെ സാന്നിധ്യം ഗുഹയ്ക്ക് പുറത്ത് കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, അവരെങ്ങാനും തിരിഞ്ഞു കാണു നോക്കിയാൽ നമ്മളെ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു മറുപടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അബൂബക്കറെ, ലാ തഖാഫ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ സങ്കടപ്പെടണ്ട. കാരണം ഇന്നല്ലാഹ മഅനാ, നമ്മൾ ഒറ്റക്കല്ല, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട്. അൻസലല്ലാഹു സകീനത്തഹു അലൈഹി. കേട്ട മാത്രമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിൽ സന്തോഷം, സമാധാനം, ബേജാറില്ല. എന്തുകൊണ്ട്? പടച്ചോൻ കൂടെ ഉണ്ട്. അല്ലാഹു ഇന്നല്ലാഹ മഅനാ, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട്. മൂന്നാമതൊരു സന്ദർഭം നമുക്ക് കാണാൻ ചരിത്രത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്ന് സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബനൂ ഇസ്രായേലിനെയും കൂട്ടി രാത്രിക്ക് രാത്രി രാമായണം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പലായനം തുടങ്ങി. അങ്ങനെ പലായനം ചെയ്തിട്ട് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ചെങ്കടലിന്റെ തീരത്തെത്തി. എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കുമ്പോ അവർക്ക് കാണാൻ കഴിഞ്ഞത് തങ്ങളെ പിടിക്കാൻ വരുന്ന ഫിർഔന്റെ സൈന്യമാണ്. കൂടെയുള്ള മൂസയുടെ അനുചരന്മാർ പറഞ്ഞു, രക്ഷയില്ല, അവർ നമ്മളെ പിടികൂടി കൊണ്ടുപോയാൽ അവർ കിരാതമായ രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കും. ഇനി എന്താ നിവൃത്തി? കടലിൽ ചാടി മരിക്കാനാ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ, ഞാൻ ഒറ്റക്കല്ല, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. നിങ്ങളെയും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്ക് വിശ്വസിച്ച് എന്നോടൊപ്പം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പടച്ച റബ്ബ് എന്നെ വെറുതെ വിടൂല. അവനൊരു വഴി കാണിച്ചു തരും. സയഹ്ദീൻ, ഒക്കെ നിങ്ങൾ അത്യത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കാണിച്ചു കൊടുക്കുന്ന വഴി എന്താ പറയുക? ആ ചെങ്കടൽ അത് രണ്ടായി പിളർന്നുകൊണ്ട് വിശ്വാസികൾ രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷെ സഹോദരങ്ങളിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? ഇബ്രാഹിം നബി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞെന്താ? നിങ്ങൾ പേടിക്കണ്ട, രണ്ടാളും പേടിക്കണ്ട, മൂസയും പേടിക്കണ്ട, ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടുപേരും ഭയപ്പെടേണ്ട, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് എന്താ പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടേണ്ട, നമ്മളോടൊപ്പം പടച്ചോനുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള ജനങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ മഅനാ, നമ്മളോടൊപ്പം വന്നുണ്ട് എന്നല്ല, ഇന്ന മഅഇ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്.
അതെന്തുകൊണ്ട് തന്റെ കൂടെയുള്ള ജനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് നമ്മളോടൊപ്പം പടച്ചോനുണ്ടെന്ന് പറഞ്ഞില്ല? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചെങ്കടൽ കടന്നുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഇസ്രായേലിലുണ്ട്, ബനൂ ഇസ്രായേലിൽ. അവരാ ഫലസ്തീന്റെ മണ്ണിലെത്തിയപ്പോ മൂസാ നബി അവരോട് പറഞ്ഞതാ, അവിടെയാണ് നമ്മുടെ വാഗ്ദത്ത ഭൂമി, നമുക്ക് അവിടെ പോയി താമസിക്കാം. ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ, ആയിക്കോട്ടെ, അവരായിക്കോട്ടെ, നിങ്ങൾക്ക് അവര് നമ്മളെ എതിർത്താലോ? എതിർത്താ യുദ്ധം ചെയ്യണം. അത് നീ വേറെ ആളെ നോക്കണം. നമുക്ക് നിങ്ങൾ അത്ഭുതകരമായി ഒരു പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ടതിന്റെ നന്ദി കാണിക്കാതെ പറയാ, അത് ഇന്നിന്റെ പടച്ചോറും പോയി യുദ്ധം ചെയ്താൽ മതി, ഞങ്ങളുടെ ഇരിക്കും, ഞങ്ങളെ കിട്ടൂല. അതെ, ആ ഒരു സമൂഹത്തോടൊപ്പം പടച്ചോൻ ഉണ്ടാവില്ല. അങ്ങനെ അതാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. എന്താ പറയുക? അല്ലാഹു പറയാ, ഇന്നി മഅകും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആരോടൊപ്പം? നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ നമസ്കാരം നിർത്തുന്നവരാകണം, നിങ്ങൾ സകാത്ത് കൊടുക്കുന്നവരാകണം. എന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും അവരെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയും അല്ലാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാവുകയും വേണം. നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയമൊക്കെ പടച്ചോന് കടം കൊടുക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമ്പത്തും സമയവും ആരോഗ്യവും ഒക്കെ ചെലവഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോടൊപ്പം പടച്ചോനുണ്ടാവും. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, വത്തഖുല്ലാഹ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. മുഹ്സിനീങ്ങളോടൊപ്പം, സുഹൃത ചെയ്യുന്നവരോടൊപ്പം, അല്ലാഹുവിനെ മുത്തഖീങ്ങളോടൊപ്പം, അതുപോലെ തന്നെ ക്ഷമിക്കുന്നവരോടൊപ്പം. പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട്, പ്രാർത്ഥനയോടെ, നമസ്കാരം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടിയാൽ ക്ഷമിക്കുന്നവരോടൊപ്പം പ്രതിസന്ധികളിലും പ്രയാസത്തിലൊക്കെ പടച്ചോരുണ്ടാകുന്ന നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടൊപ്പം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ കടത്തിൽ പോവുക, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോയി അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കാൻ പോവാ, അപ്പൊ പടച്ചോൻ രക്ഷിക്കുന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ നിയമനിർദ്ദേശങ്ങൾക്ക് ഒഴിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അദൃശ്യമായ രൂപത്തിൽ പടച്ചോൻ ഒരു കാവലുണ്ടാകും. കാക്കാൻ വേണ്ടി അല്ലാഹു ആഫിദുകളായ മലായികത്തുകളെ ഏർപ്പെടുത്തിയെന്ന് ഖുർആനിൽ കാണാൻ പറ്റും. അലൈക്കുമുൽ ഹഫള, നിങ്ങളുടെ മേൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ പടച്ച റബ്ബ് അവൻ അറിയാത്ത രൂപത്തിൽ ഓരോ വിശ്വാസിയും അവർക്ക് അനുഭവിക്കാനിരിക്കുന്ന ആപത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് പടച്ചോൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അദൃശ്യമായ സഹായങ്ങൾ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പടച്ചവൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഒരു മനുഷ്യൻ രോഗിയായി കഥയാണ് കേട്ടത്, രോഗിയായി കിടക്കുക, രോഗത്തിന്റെ തീഷ്ണതയിൽ വേദനയും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവസരത്തിൽ ആ മനുഷ്യനൊന്നും മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അവൻ കാണുന്നത് സ്വപ്നം. ആ സ്വപ്നത്തിൽ അവൻ കാണുന്നത് അവരൊരു മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച അവൻ കടന്നു വന്ന വൈത്താരങ്ങളാണ്. അപ്പൊ അവനവിടെ കാണുകയാണ് രണ്ടാളുകൾ കാൽപാദം കാണുക. അവനൊന്ന് മനസ്സിലായി, ഒന്ന് ഞാനാണ്, മറ്റതോ എന്നോടൊപ്പമുള്ള എന്റെ ദൈവമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ആ കാൽപാദങ്ങളിൽ ഒരാളുടേത് മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്ന് കാണുന്നില്ല. ഈ മനുഷ്യൻ അങ്ങനെ ആ സഞ്ചാരം കഴിഞ്ഞ് പടച്ചോനെടുത്ത് എത്തുമ്പോ പടച്ചോനോട് ചോദിച്ചല്ല, ഞാനിങ്ങനെ നോക്കി, നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ചില സമയങ്ങളിൽ നീ എന്നോടൊപ്പം കാണുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ചെറുപ്പത്തിൽ എന്റെ പിതാവ് മരിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു അപകടം പറ്റി, അങ്ങനെ എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും കഷ്ടപ്പെടപ്പെട്ട സമയത്ത് അപ്പോഴല്ലേ നീ എന്റെ കൂടെ നിൽക്കേണ്ടത്? എന്തുകൊണ്ട് ആ പ്രയാസങ്ങളിൽ നീ എന്റെ കൂടെ നിന്നില്ല പടച്ചോനെ എന്ന് സങ്കടം ചോദിച്ചപ്പോ പടച്ചോൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. കഥയാണ് കേട്ടോ. പടച്ചോൻ പറഞ്ഞു, അതെന്ത് നീ അങ്ങനെ പറയാൻ കാരണം? ഞാൻ നിന്റെ പ്രതിസന്ധികളിലും വേദനകളിലും ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും കൈവിട്ടു നിനക്ക് തോന്നാൻ കാരണം എന്താ? അത് പടച്ചോനെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ആ സമയത്ത് ആ കാൽപാദങ്ങളിൽ ഒന്നേ കാണുന്നുള്ളൂ. പടച്ചോൻ പറഞ്ഞ മറുപടി എന്താ? മോനെ, ആ കണ്ട കാൽപാദം ഉണ്ടല്ലോ, അതെല്ലതാ,
നീ എന്ന് എന്റെ ചുമലിലായിരുന്നു, എന്റെ തോളത്തായിരുന്നു, ഞാൻ നിന്നെ ഏറ്റു നടക്കുകയായിരുന്നു. രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നിന്റെ റബ്ബ് നിന്നെ ക്ഷമ നൽകിക്കൊണ്ട്, കരുത്ത് നൽകിക്കൊണ്ട്, നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്കറിയില്ല പടച്ചവൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന്, നമ്മളെ ഏറ്റുവാൻ ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വിശ്വാസം. സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ചരിത്രം. സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ചെറിയ കുട്ടിയാണ്. മുസ്തലഖ് യുദ്ധത്തിൽ പ്രവാചകനോടൊപ്പം പോയി. തിരിച്ചു വരുന്ന വഴി അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് ചില മദീനക്കാരായ ചില അൻസാരികളോട് എന്തോ ഇങ്ങനെ കുശിക്കുക, ഇങ്ങനെ കേട്ടുപോയി. എന്താ കുശിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഏതോ ഒരാള്, ഒരു അൻസാരിയും മുഹാജിറും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ മുഹാജിരിങ്ങളെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മുഹാജിറുകള് സഹായം തേടി. മുഹാജിറായ മനുഷ്യൻ അൻസാരികൾ അങ്ങനെ രണ്ടു തമ്മിൽ ചെറിയൊരു പ്രശ്നമായി. സ്വാഭാവികമാണല്ലോ. കേട്ടറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കി, സ്പർശം പരിഹരിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടില്ലേ, ഇതാ പറഞ്ഞു, പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന ജാതിയാണ് ഇതൊക്കെ. സ്വാധീനത്ത് എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു പുറത്താക്കണം. അങ്ങനെങ്ങാൻ വന്നിട്ട് മക്കത്തിന് വന്നിട്ട് നമ്മളിങ്ങനെ ചെല്ലും ജലവും കൊടുത്ത് വളർത്തിയിട്ട് ഇപ്പൊ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കപട വിശ്വാസി തന്റെ തന്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ, വിശ്വാസികളെ വൈദഗ്ധിക്കാൻ നോക്കുക. കണ്ടിട്ട് അദ്ദേഹം അൻസാരിയാണ്. പക്ഷേ ഈ അൻസാരിയായ ഈ മുനാഫിക്ക് അവർക്കറിയില്ല. പക്ഷെ ഈ മനുഷ്യന്റെ പണി ശരിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ തമ്മിലടിപ്പിക്കേണ്ട പണിയല്ലേ. പിന്നെ എന്താ പറയുന്നത്, 5 പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആളുകൾ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് അതിന് സംസാരിക്കാം. ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, റസൂലിനോട് പോയി പറയാതിരിക്കുക എങ്ങനെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഉബൈ ഇബ്നു സുലൂലും അതുപോലെ തന്നെ ഇന്ന് ആളുകൾ ഇന്നൊരു സംസാരം പറഞ്ഞിട്ടുണ്ട്, കാര്യം പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു. അവര് പറഞ്ഞു, പഠിച്ചവനെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടെന്ന്. എല്ലാ ആളുകളും ഈ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു, സയ്യിദ് ഇബ്നു അർഖമിന് നേരെ തിരിഞ്ഞു. വല്ലാത്തൊരു പ്രയാസം പറയാ, എന്റെ ജീവിതത്തിൽ അതുപോലെ ജീവിതത്തിൽ ഇതുപോലൊരു സങ്കടം, ഒരു ദുഃഖം എനിക്കുണ്ടായിട്ടില്ല. ആ സമയത്ത് പുറത്തിറങ്ങാൻ തോന്നിയില്ല. ഞാൻ എന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നിട്ട് പുറത്തിറങ്ങിയില്ല. ആളുകൾ എന്ത് പറയും, ആളുകൾ പറയാൻ തുടങ്ങിയത് ആ ചങ്ങായി എന്തോ ഒന്ന് കേട്ടിട്ട് ഇല്ലാതൊക്കെ പറയാ, വേണ്ടാതെ എന്തോന്നൊക്കെ തോന്നി നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ വേദന കാണാൻ, സങ്കടം കാണാൻ പടച്ചോനുണ്ടായിരുന്നു. അവന്റെ പ്രശ്നത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്താണത്? ഇദാ ജാഅകൽ മുനാഫിഖൂൻ തുടങ്ങിയ സൂറത്തുൽ മുനാഫിഖൂനിലെ വചനമുണ്ട്, ഹുമുല്ലദീന യഖൂലൂൻ, ആ കപട വിശ്വാസികൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്, ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം വന്ന ആളുകൾക്ക് 5 പൈസ ചെലവിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഇനി മദീനത്തെത്തിക്കഴിഞ്ഞാൽ പ്രതാപന്മാരായ നമ്മൾ ഈ ഇന്ത്യന്മാരായ ഈ കൂട്ടരെ പ്രവാചകരെയും കൂട്ടരെയും പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞതും അവരാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുനാഫിക്കുകളുടെ കാപട്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിക്കിലൂടെ വ്യക്തമാക്കി കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നിങ്ങൾ ആ സയ്യിദ് ഇബ്നു അർഖമിനോടൊപ്പം ഉണ്ട്. പെണ്ണ് വന്നിട്ട് സങ്കടം പറയാൻ, റസൂലേ, എന്റെ പിതാവ് ഭർത്താവ് എന്നെ വിഹാരം ചെയ്തു. അന്നത്തെ വിശ്വാസം എങ്ങനെയാ? ഉമ്മാനെ പോലെയാന്ന് ഭർത്താവ് പറഞ്ഞാൽ പിന്നെ ഉമ്മയായി, പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല. ഞാൻ പോവാം, പക്ഷേ കുട്ടികളാരാക്കും? കുട്ടികളെ കൂടി ഞാൻ പോയാൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അയാളെ ഏൽപ്പിച്ചു പോയാൽ ആ കുട്ടികൾക്ക് അതവ് പഠിപ്പിക്കാൻ ആരാണ്? ഒരു ഉമ്മാനെ ലാളനയും വാത്സല്യങ്ങളിലേക്ക് വളരാൻ ഈ കുട്ടികൾക്ക് കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഒരു വിധിയുമില്ല. പറഞ്ഞു തന്നെയാ, നേരത്തുള്ള നിയമം തന്നെയാണ്, അതിലെപ്പോഴൊന്നുമില്ല. പക്ഷേ എന്താ ചെയ്യാ? പടച്ചോൻ കേട്ടു ആ വാക്ക്. ആ സ്ത്രീ അത് പറയുമ്പോ അല്ലാഹു അവിടെ ഉണ്ട്, അവിടത്തും കേൾക്കുകയാണ്.
തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിച്ച സൂറത്തുൽ മുജാദലയിൽ പറയാം, പെണ്ണിന്റെ ഭർത്താവ് അല്ലാഹു കേട്ടു, വല്ലാഹു യസ്മഉ തഹാവറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സംസാരവും പടച്ചോൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഉമ്മയാന്ന് പറഞ്ഞാൽ ഉമ്മയാവില്ല, അത് ഉമ്മ ഭാര്യ ഒരിക്കലും ഉമ്മയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമം തന്നെ തിരുത്താൻ അല്ലാഹു ഉണ്ടാകും. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഈ ഒരു വിശ്വാസം സഹോദരങ്ങളെ നമുക്ക് തരേണ്ട കരുത്തുണ്ട്. ഒരു ഈമാനുണ്ടല്ലോ, അല്ലാഹു കൂടെയുണ്ട്. എവിടെയാ പടച്ചോൻ, ആരാ പടച്ചോൻ എന്നൊരു ചോദ്യം ഉയരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ് ഇവിടെ പഠിപ്പിക്കുക. എവിടെയാണ് ഞാൻ? അല്ലാഹു പറയുക, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അടിമ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? പടച്ചോനിൽ നിന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ പ്രയാസവും പടച്ചവും കാണില്ല. കാണാൻ, എന്റെ കാര്യങ്ങൾ കേൾക്കാൻ, ഇതൊക്കെ അറിയുന്ന ഒരു പടച്ചോനുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നെ കുറിച്ച് എന്താണ് എന്റെ അടിമ വിചാരിക്കുന്നത്, അതാണ് ഞാൻ എങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഞാൻ ഒറ്റക്കല്ല, ഞാൻ തനിച്ചല്ല. എന്നെ കാണാൻ ഉറക്കമെടുക്കുന്ന കണ്ണുകളുമായി എന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, എന്റെ വേദനകൾ മനസ്സിലാക്കി എന്നെ കാത്തുരക്ഷിക്കാൻ പടച്ചോനുണ്ട്. പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ, വിഷമങ്ങളും പ്രയാസങ്ങളും തരുന്നുണ്ടെങ്കിൽ സഹിക്കാനുള്ള ഒരു കരുത്ത് എനിക്ക് പടച്ചോ തരും. അതങ്ങനെയാ പടച്ചോൻ പരീക്ഷിക്കും. നന്മയും തിന്മയും തൊട്ട് പരീക്ഷിക്കും. ആ പടച്ചോൻ എന്റെ വേദനകൾ കാണുന്നു, എന്റെ ദുഃഖങ്ങൾ കാണുന്നു. എന്റെ കാലൊരു മുണ്ട് തറച്ചാൽ അതുപോലും പ്രതിഫലമായി പടച്ചോൻ എനിക്ക് തരും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിശ്വാസമുണ്ടെങ്കിൽ എന്നോടൊപ്പം പടച്ചവനുണ്ട്. അള്ളാഹുവിന്റെ ആ സാന്നിധ്യത്തെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് കരുത്തുപകരും. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസവുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് الحمد لله الواحد القهار الكريم المعبود الرحيم المغفور والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ സദാസമയവും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ കണ്ടറിയുന്ന പടച്ചവൻ ഒന്നും വെറുതെയാക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ മൂന്നാമനായി അവിടെ പടച്ചോളുണ്ട്. നിങ്ങൾ മൂന്നാറുണ്ടെങ്കിൽ അടുത്തത് അവിടെ പടച്ചോളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ അല്ലാഹു മഅക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട്. ഏത് സമയത്തും ഒരു സ്വകാര്യം പറയുന്നു. നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പടച്ചോൻ അറിയുന്നു. ഞാനോട് പറയണ്ടേ, ഞാൻ പറഞ്ഞെന്ന് പറയണ്ടേ, പക്ഷെ കൃതികന പടച്ചോൻ അറിയില്ല. ഒരു യാത്രയില്ല, നാട്ടിലൊന്നുമല്ല, ആരും അറിയില്ല. നമ്മൾ അറിയുന്നവരോടെ ഇല്ല, പക്ഷെ നമ്മളോടൊപ്പം നമ്മൾ അറിയുന്ന പടച്ചോൻ കൂടെ. ഈ ഒരു വിശ്വാസം ഒരു മനുഷ്യന് അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പടച്ചോനുണ്ട് എന്നുള്ള അറിവല്ല. പടച്ചോനുണ്ടോ? ഉണ്ട്, പടച്ചോനുണ്ട്. പക്ഷെ ആ പടച്ചവൻ എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ആ മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രണം നാം അറിയുന്നു. അവന്റെ ജീവനാടിയേക്കാൾ അവനോട് അത്രത്തോളം അടുത്ത് നിൽക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ നിൽക്കും. ഒന്ന് തരുകാനുണ്ടാവും, ആശ്വസിപ്പിക്കാനുണ്ടാകും, പ്രോത്സാഹിപ്പിക്കാനുണ്ടാകും, വാടാ ഒരു പ്രാവശ്യം എന്ന് പറയാനുണ്ടാകും, അതൊന്നും സാരല്ല എന്ന് പറയാനുണ്ടാവും. പക്ഷേ നമ്മുടെ ജീവനാടിയോളം നമ്മളോട് അടുത്ത് നിൽക്കുന്നത് ആരാ? പടച്ചോനാണ്. അവന്റെ അറിവിൽ നിന്ന്, അവന്റെ കണ്ണിൽ നിന്ന്, അവന്റെ കാലിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല.
അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഇരുട്ടിന്റെ മറവിലാണെങ്കിലും, അത് മുറിയുടെ ഉള്ളിലാണെങ്കിലും, നമ്മുടെ പ്രൈവറ്റ് ചാറ്റ് റൂമിനുള്ളിലാണെങ്കിലും, എവിടെയാണെങ്കിലും അവിടെയൊക്കെ രണ്ടുപേരാണെങ്കിൽ മൂന്നാമനായി പടച്ചോറുണ്ട്, 3 പേരാണെങ്കിൽ 4-മനായി പടച്ചോറുണ്ട്. അതെ, നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മളോടൊപ്പം നമ്മുടെ റബ്ബുണ്ട്. അവൻ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ജനങ്ങൾ അറിയുന്നില്ല. നമുക്ക് ആളുകളിൽ മൂടി വെക്കാൻ കഴിയും, അവരുടെ കണ്ണിനെ മറച്ചു വെക്കാൻ കഴിയും. ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണെന്നറിയോ, നമ്മളെ ധാരണ എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മളെ കഴിവുകൊണ്ടാണ്. അല്ല, ചിലപ്പോഴൊക്കെ നാം ചെയ്തു വരുന്ന ചില നന്മകൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലുള്ള ചില ഗുണങ്ങൾ കൊണ്ട് പടച്ചോറ് മറച്ചൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ പണ്ടൊരു വർത്താനുണ്ട്, എന്താ, നിലാവുദിക്കൂടും ഇങ്ങനെ കട്ടാല് ചിലപ്പോ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് സംഭവിച്ചു പോയത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ അപമാനിക്കല്ലേ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമുക്കൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ലോകത്ത് പടച്ചറപ്പ് ചില ആളുകളെ തന്റെ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കും, നമ്മുടെ കർമ്മരേഖ തന്നുകൊണ്ട് ആ കർമ്മരേഖയിൽ നാം ചെയ്തു പോയ ചില തെറ്റുകൾ, ചില കുറ്റങ്ങൾ ഇത് കാണിച്ചുകൊണ്ട് ചോദിക്കും, ഇതിനെ ഓർമ്മയുണ്ട്, പടച്ചോനെ നശിച്ചല്ലോ, ഇതിന്റെ പേരിൽ പടച്ചോനെ രക്ഷിച്ചാൽ എനിക്ക് വേറെ രക്ഷയില്ല എന്ന് പറയുന്ന അവസരത്തിൽ പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനത് ആളുകളിൽ നിന്നും മറച്ചു വെച്ചു, സാരല്ല എന്ന് ഞാൻ നിനക്ക് തരാം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും മറച്ചു വെക്കുന്നവർ, മറ്റുള്ളവരുടെ പോരായ്മകൾ മറച്ചു വെക്കുന്നവർ, വ്യാഖ്യാനമാണ്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, പടച്ചോൻ എല്ലാ കാലത്തെല്ലാം മറച്ചു വെക്കണമെന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും, ഏത് സന്ദർഭത്തിലും, സമയത്തിലും നമ്മൾ ഒരു വാക്കുച്ചരിക്കുമ്പോ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത കടന്നു വരുമ്പോ പടച്ചവൻ അറിയുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടുകൂടി ആളുകൾ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല, സഹോദരങ്ങൾ അറിയുന്നില്ല, നേതാക്കന്മാർ അറിയുന്നില്ല, അനുയായികൾ അറിയുന്നില്ല. പക്ഷേ അല്ലാഹു അറിയുന്നു എന്നൊരു വിശ്വാസം. അല്ലാഹു കാണുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. ഞാനെല്ലാം കാണുന്നു, ഞാനെല്ലാം കേൾക്കുന്നു. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ്. അല്ലാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം നല്ല നിലക്ക് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാണ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു പോയ, സംഭവിച്ചു പോയ തെറ്റുകളും പോരായ്മകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ കരവിലെത്തുന്ന പരീക്ഷണങ്ങളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും എല്ലാം വിഷമതകളും ഒക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവർക്ക് നീ ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം. അവരുടെ വിഷമതകൾ നീക്കി അവരുടെ രോഗം ശിപ്പിയാക്കി അവർക്ക് നീ സന്തോഷം നൽകണം. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഭാഗ്യമുണ്ട്. അവർക്കൊക്കെ നീ മഹഫറത്തും റഹ്മത്തും നൽകണം. നാളെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കിട്ടണമേ. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പലരും ഞങ്ങളുടെ ചുറ്റിലും, ഞങ്ങൾ വിശ്വാസികളുടെ കൂട്ടത്തിലും പലരും ഉണ്ട്. അവർക്കൊക്കെ നീ ആശ്വാസനാകണം. അവരുടെ പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന വേദനകൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം. അല്ലാഹു ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا الحجاج. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.